ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നല്ല ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. പുരോഗതിയും അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുവാൻ ഈ വിഷുവർഷം സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതുപോലെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രാ യോഗം ലഭിക്കുന്ന ഒരു കാലയളവാണ്. കുടുംബത്തിൽ വാഹന ലാഭത്തിനും ഭൂമി ലാഭത്തിനും സാധ്യത ഉള്ള ഒരു കാലയളവ്. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2027 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അനിഴത്തിനെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യമേ അതാണ് എടുത്ത് പറയാനുള്ളത്, 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീജനങ്ങളായിട്ടുള്ള അനിഴ നക്ഷത്ര ജാതർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസം, ഇതിനൊക്കെ വളരെയധികം സാധ്യത ഉള്ള ഒരു വിഷു വർഷമാണ് ഈ ഒരു കാലയളവെന്ന് പറയുന്നത്. അത് വളരെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ആരോഗ്യ മേഖല വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പോലും വലിയ വലിയ ആരോഗ്യ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. വ്യവസായത്തിൽ പുരോഗതിയും അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുവാൻ ഈ വിഷു വർഷം അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീജനങ്ങൾക്കായിരുന്നാലും നല്ല കാലയളവാണ്. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ, ചെറിയൊരു ബ്ലോക്കേജ് ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നല്ല ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. അതുപോലെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രാ യോഗം ലഭിക്കുന്ന ഒരു കാലയളവാണ്. മംഗളകർമ്മങ്ങൾ, വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ ഈ വിഷു വർഷത്തിൽ അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും. പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള അനിഴ നക്ഷത്ര ജാതർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, അതായത് വിദ്യാഭ്യാസത്തിൽ ഒരു ബ്ലോക്ക് വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ആദ്യത്തെ 4 മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം നിങ്ങൾക്കത് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. പ്രത്യേകിച്ചും ക്യാമ്പസ് തലത്തിലൊക്കെ നിൽക്കുന്ന കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ള ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങളുടെ സൗഹൃദ വലയത്തെ നിങ്ങൾ മുൻപോട്ട് പോകുവാനായിട്ട്. നിങ്ങളറിയാതെ പല പ്രശ്നങ്ങളും പല ഭാരങ്ങളും നിങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക. അനിഴത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കും. ആ വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചതി ഏറ്റുവാങ്ങേണ്ടി വരുന്ന നക്ഷത്രം കൂടിയാണ് അനിഴ നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ കുടുംബപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മംഗളകർമ്മങ്ങൾ നടക്കും. അതിനോടൊപ്പം തന്നെ കുടുംബത്തിൽ വാഹന ലാഭത്തിനും ഭൂമി ലാഭത്തിനും സാധ്യത ഉള്ള ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഗുണകരമായ വർഷമാണ് ഈ വിഷു വർഷം അനിഴത്തിനെ സംബന്ധിച്ച്. ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും വരുന്ന ഈ വിഷുവർഷത്തിലുടനീളം നിങ്ങൾക്ക് നല്ല മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല വൈവാഹിക ബന്ധങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പുരുഷന്മാരായിട്ടുള്ള അനിഴ നക്ഷത്ര ജാതർക്ക് മനസ്സിനിണങ്ങുന്ന പങ്കാളിയെ ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. പ്രണയപരമായി പ്രണയത്തിൽ ചെറിയ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും, വിശാഖത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. പക്ഷേ അതൊരു പൂർണ്ണ പരാജയമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിൽക്കാലത്ത് നിങ്ങൾ അവരുമായി തന്നെ, ആരുമായിട്ടാണോ ബ്രേക്കപ്പായി വരുന്നത് അവരുമായി തന്നെ വീണ്ടും നിങ്ങൾ ഒത്തുചേരുവാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനും അനിഴ നക്ഷത്രത്തിന് ഈ വിഷു വർഷത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. വ്യാവസായിക സംബന്ധമായി വ്യവസായത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ആദ്യത്തെ ഒരു 6 മാസക്കാലം കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ചും സാമ്പത്തിക നഷ്ടങ്ങൾ. പക്ഷേ അതൊരു വലിയ നഷ്ടമായിട്ട് നിങ്ങൾ കൂട്ടണ്ട. അതിനേക്കാൾ
100 ഇരട്ടി നിങ്ങൾക്ക് അടുത്ത് വരുന്ന 6 മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. കാരണം ഈ ദൈവാധീനം ഒരുവിധപ്പെട്ട എല്ലാ നക്ഷത്രങ്ങൾക്കും ഈ ദൈവാധീനം വർദ്ധിച്ചു വരുന്ന ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ തന്നെയും അതൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഈ വർഷത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ആരോഗ്യപരമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, ഈ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീജനങ്ങൾ എന്നുള്ളത് ഞാൻ പൊതുവായി പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ്. പുരുഷന്മാർക്കും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കായിരുന്നാൽ കൂടിയും ഇടവിട്ടടവിട്ട് അസുഖങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇടവിട്ടടവിട്ട് അസുഖങ്ങൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സിമ്പിളായിട്ട് എടുക്കും, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ വരുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിസാരവൽക്കരിച്ച് കളയരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം നിങ്ങളിലേക്ക് പിടിച്ചു കയറുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരോഗ്യം, രോഗാവസ്ഥ ഇതെല്ലാം വളരെ സൂക്ഷ്മമായി തന്നെ നിങ്ങൾ പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ഒരു ജലദോഷം വന്നാൽ കൂടിയും പേടിക്കേണ്ട വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ പൊതുവെ അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വിശാഖത്തെ പോലെ തന്നെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമായിരിക്കും. എന്നാൽ ഈശ്വരാധീനം കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. ദോഷപരിഹാരാർത്ഥം അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, ശാസ്താവിനെ നന്നായി ഭജിക്കുക. ശാസ്താവിനെ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാവലിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഭൂതനാഥ സാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്ത്രേതുഭ്യം നമോ നമഃ എന്നുള്ള ഭഗവാന്റെ ആ ഒരു ധ്യാന ശ്ലോകം രാവിലെ ഒരു 51 തവണയും വൈകുന്നേരം ഒരു 51 തവണയും ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അതുപോലെ ശനീശ്വര ഗായത്രി അനിഴ നക്ഷത്രത്തിൻ്റെ ദേവത തന്നെ യഥാർത്ഥത്തിൽ ശനീശ്വരനാണ്. ശനീശ്വരൻ്റെ നക്ഷത്രമാണ് അനിഴം. അപ്പോൾ അതുകൊണ്ട് ശനീശ്വരനെയും ഇതിനോടൊപ്പം നിങ്ങൾ ധ്യാനിക്കുന്നത് ഗുണകരമായിരിക്കും. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ജപിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നേദ്യമായി കൊടുക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ്റെ മൂലമന്ത്രം നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴും ഒന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും ശ്രീരാമജയം എന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് 21 തവണയും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് 21 തവണയും ജപിച്ച് എഴുന്നേൽക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഔറ, നിങ്ങളുടെ ഔറയിൽ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണഭൂതമാകും. അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ഉന്മേഷത്തിലെത്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. 4ാമത് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ദേവി പരാശക്തിയെ നന്നായി പ്രാർത്ഥിക്കുക. ദേവിക്ക് വേണ്ട വഴിപാടുകൾ നൽകുക. ലളിതാ സഹസ്രനാമം നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ലളിതാ സഹസ്രനാമം നിത്യേന ജപിച്ചു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവീ മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി സർവമംഗളമംഗല്യേ എന്നുള്ള നാരായണീ സ്തുതി ജപിക്കുന്നതും മഹിഷാസുരമർദ്ദിനി സ്തോത്രം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ജപിക്കുന്നത് ഗുണകരമായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു രക്ഷയായി മഹിഷാസുരമർദ്ദിനി കൂടെ ഉണ്ടാകും. ദേവിയുടെ ഏറ്റവും ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഭാവങ്ങളിൽ ഒന്നാണ് മഹിഷാസുരമർദ്ദിനി. ഒരിക്കലും അസംഭവ്യമായ കാര്യങ്ങളെ സംഭവ്യമാക്കുന്നവളാണ് മഹിഷാസുരമർദ്ദിനി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യത്തിൻ്റെ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ മഹിഷാസുരമർദ്ദിനി സ്തോത്രം ജപിച്ചു പോകുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും മാറ്റി അനിഴ നക്ഷത്ര ജാതർക്ക് നല്ല രീതിയിൽ ഈ വിഷുവർഷത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കും. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ. നല്ല ഒരു വിഷുവർഷം എല്ലാ അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. നമസ്കാരം.